പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായിരുന്നു എന്ന് വെച്ചാൽ സിമ്പിളല്ല, ടഫായിരുന്നു വെച്ചാൽ ടഫും അല്ല. എന്നാൽ മീഡിയത്തിൻ്റെയും ടഫിൻ്റെ ഇടയിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. എന്നും കാണുന്ന കുറേ ക്വസ്റ്റ്യൻസും നമ്മളെന്നും കാണാത്ത കുറേ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഓരോ സെക്ഷനിലും ഓരോ പുതിയ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 2 മാർക്കിൻ്റെ സ്കോറുള്ളതിൽ എനിക്ക് പുതിയതായിട്ട് തോന്നിയത് 8ാമത്തെയും 7ാമത്തെയും ക്വസ്റ്റ്യൻ, വേവ് ലെങ്ത്തിൻ്റെയും ആ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് എസ് ആൻഡ് പി ഓർബിറ്റൽസ്. അതിൻ്റെ ഏതൊരു കൊല്ലം ചോദിച്ചിട്ടുണ്ട്, കുറച്ച് 2019 മുന്നേ. പക്ഷെ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ ഫിസിക്സ് പഠിച്ച ഒരു ഇതിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ശരിയാണോന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 3ാമത്തെ മാർക്കിൻ്റെ സെക്ഷനിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രം തന്നിരിക്കുകയാണ്. ആ ഡയഗ്രം എന്ന് പറയുന്നത് ഈ ബെറിലിയം ബോറോണുമായിട്ടുള്ളതും നൈട്രജൻ ഓക്സിജനുമായിട്ടുള്ള ആ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ട് എഴുതേണ്ടതാണ്. ഇതിങ്ങനെ തന്നാൽ ആരും എഴുതില്ല, അതാണ് പ്രശ്നം. അപ്പോൾ കോൺസെപ്റ്റ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത്, നല്ലപോലെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത് 31ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, സൾഫർ, ക്ലോറിൻ ആൻഡ് ബ്രോമിൻ യൂസിങ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇത് നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം. ഇത് ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറേ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇത് വലിയ മാർക്കിനൊന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ ഇക്കൊല്ലം ചോദിച്ചത് 4 മാർക്കിനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പാസ്സാവാനുള്ളതൊക്കെ ഉണ്ട്, 18 മാർക്കിനുള്ളതൊക്കെ ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവുന്നത് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ലക്ഷ്യമിടുന്ന കുട്ടികൾക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് തോന്നുന്നത്. കാരണം ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബാലൻസിങ് ഒക്കെ, റിഡോക്സിലേഷൻ ബാലൻസിങ് ഒക്കെ എല്ലാവരും പറയുന്നതാണ്. പക്ഷേ നമ്മുടെ ക്രിസ്മസ് എക്സാമിനോ മോഡൽ എക്സാമിനോ ഈ ബാലൻസിങ് ചോദിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുകയായിരിക്കും. 8 ദിവസവും വെറുതെ ഇരുന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും എഴുതാൻ അല്ലെങ്കിൽ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഡബിൾ പാസ്സിനുള്ളതൊക്കെ ഒന്ന് തലകുത്തി നിന്നിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയായിരുന്നു. തലകുത്തി നിൽക്കണം, നല്ലപോലെ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ പാസ് 36 മാർക്ക് എന്തായാലും കിട്ടും. അതിനുള്ളതൊക്കെ ഉണ്ട്. ഈ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷൻ ബഫർ സൊല്യൂഷനൊക്കെ കുറേ പ്രീവിയസ് എക്സാമിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണമല്ലോ. ഇനി ഏതായാലും കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി വരാനുള്ളത് ബയോളജിയാണ്. ബയോളജി എന്തായാലും ബോട്ടണി ടഫാവുമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ക്രിസ്മസിനും ടഫായിരുന്നു, നമ്മുടെ മോഡലിലും വളരെ ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്തായാലും ടഫായിരിക്കും, അല്ലെങ്കിൽ ടഫാണെന്ന് വിചാരിച്ച് പോവുക. അപ്പോൾ എന്താ, സിമ്പിളായിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതി പോരാം. ഇനി നമുക്ക് പേടിക്കാനുള്ള വിഷയങ്ങൾ, പേടിക്കാനൊന്നുമില്ല. ഒരു പരീക്ഷയല്ലേ, ഈ പരീക്ഷ കൊണ്ട് ഒന്നും ആവാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ പരീക്ഷയായിട്ട് കാണാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി വരാൻ നമ്മളുടെ മോഡലിന് സിമ്പിളായിരുന്നു ഫിസിക്സ്. നമ്മളെ +2കാരുടെ അവസ്ഥ മോഡലിനും വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ബോർഡ് എക്സാമിന്, പബ്ലിക് എക്സാമിന് വളരെ ടഫായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതും ഫിസിക്സിൻ്റെ കാര്യത്തിൽ +1ൻ്റെ കാര്യത്തിലും അത് പ്രതീക്ഷിക്കാം. പിന്നെ മാത്സ് എന്തായാലും ടഫാവും. ക്രിസ്മസ് മോഡൽ ഒക്കെ ഒരു ആവറേജ് ടഫായിരുന്നു. അപ്പോൾ ഇനി അതിന് വേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വഴി. 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ബയോളജി പഠിക്കാനുണ്ട്. പക്ഷേ ഫിസിക്സിനാകെ 1 ദിവസമുള്ളൂ. അപ്പോൾ ബയോളജിയുടെ ഇടയിൽ ഫിസിക്സും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും. അപ്പോൾ ആ 1 ഡേ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയും. പിന്നെ മാത്സിനും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇടയിൽ ചെയ്ത് നോക്കുക. ബോറടിക്കുമ്പോൾ ഫിസിക്സും ബയോളജി പഠിക്കും ബോറടിക്കുമ്പോൾ മാത്സ് കുറച്ച് ചെയ്ത് നോക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.